My dear friends, good morning all. I'm so happy to be with you in the 15th session of the Vision program. ഏതായാലും ഇന്നത്തെ ഈ പുലർക്കാലത്ത് നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 50 നാളുകളായി വളരെ മനോഹരമായി ആളുകളെ പ്രചോദിപ്പിച്ചും ജീവിതത്തിൽ പുതുവെളിച്ചം പകർന്നു നൽകുകയും വളരെ വിജയകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ആദ്യമേ ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ ആത്മാവായി വർത്തിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഹൃദയംഗമമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. സന്തോഷം, മനസ്സമാധാനം ഇത് രണ്ടും ജീവിതത്തിന്റെ മൗലികമായ അവകാശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഭൂമിയിൽ പിറന്ന ജീവജാലങ്ങൾക്ക് ഓരോന്നിനും, വിശിഷ്യ മനുഷ്യർക്ക് സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഗമനത്തിൽ നേട്ടങ്ങൾ ഓരോന്നോരോന്ന് കൊയ്തു പോകാനുള്ള വലിയ സ്വപ്നങ്ങളുമായി മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ മനുഷ്യന് ജീവിത സന്തോഷവും സമാധാനവും പലപ്പോഴും കൈമോശം വരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിത പരിസരം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നേടിയതിനു ശേഷം സന്തോഷിക്കാം എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന മനുഷ്യന് പലപ്പോഴും നിരാശയാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ജീവിതത്തെ, ആ ജീവിതത്തിൽ വന്നു ചേരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ആഹ്ലാദപൂർവം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ഒരു മനോഭാവം രൂപപ്പെടുത്തിയാൽ നമുക്ക് ആർക്കും എന്നും സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന രസകരമായ ഒരു കഥയുണ്ട്. ഈ മുല്ല നസറുദ്ദീൻ കഥകൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയില് ഒരിക്കല് ഒരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി മുല്ല ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് എനിക്ക് ഒരു ഷൂ വേണമെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും സെയിൽസ്മാൻ മുല്ലയെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു 8 സൈസുള്ള ഷൂ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൈസുള്ള ഷൂ എടുത്തു കൊടുക്കും. അപ്പൊ മുല്ല പറയും, എനിക്ക് ഈ സൈസ് വേണ്ട, എനിക്ക് 7 സൈസാണ് വേണ്ടതെന്ന് പറയും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഷൂ നൽകി പരിചയമുള്ള സെയിൽസ്മാൻ, അതല്ല, അത് ശരിയാവില്ല, നിങ്ങൾക്ക് വേണ്ടത് ഈ 8 സൈസാണെന്ന് പറയും. അപ്പൊ മുല്ല വീണ്ടും അതല്ല, എനിക്ക് 7 സൈസ് മതി എന്ന് പറയും. അപ്പൊ പലവരും ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മുല്ല സമ്മതിക്കാതെ വന്നപ്പോ ഈ സെയിൽസ്മാൻ മുല്ലയുടെ നിർബന്ധത്തിന് വഴങ്ങി 7 സൈസുള്ള ഒരു ഷൂ മുല്ലയ്ക്ക് നൽകും. അപ്പൊ അവിടെ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് മുല്ല ഈ ഷൂ അണിയാൻ ശ്രമിക്കും. കുറെ നേരം വലിച്ചും പിടിച്ചും ശ്രദ്ധിച്ചും ശ്രമിച്ചുമൊക്കെയാണ് അങ്ങേര് തന്റെ കാലിൽ ഷൂ ധരിക്കുന്നത്. അത് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം അദ്ദേഹം ഈ ഷൂ അഴിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങും. അപ്പൊ ഈ ബദ്ധപ്പാട്, അതായത് കുറഞ്ഞ സൈസുള്ള ഒരു ഷൂ നമ്മുടെ കാലിലേക്ക് അണിയാനുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം ഈ മുല്ല ഏറ്റെടുക്കുന്നതും അദ്ദേഹം അത് ചെയ്യുന്നതും ഇങ്ങനെ സശ്രദ്ധം നോക്കി നിൽക്കുന്ന ഈ സെയിൽസ്മാനോട് മുല്ല ചോദിക്കും, ഞാന് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഷൂ ധരിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സെയിൽസ്മാൻ പറയാതെ, ഞാൻ വളരെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കായിരുന്നു, നിങ്ങൾക്ക് പാകമാവാത്തൊരു ഷൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ധരിക്കുന്നത്? അപ്പൊ മുല്ല പറഞ്ഞ, അതിനേക്കാൾ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇത് അഴിക്കാൻ ശ്രമിച്ചത്, അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുല്ല പറഞ്ഞത്, എന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. എനിക്ക് ഒരുപാടൊന്നും സന്തോഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്റെ ജീവിതം എനിക്ക് നൽകുന്നത്. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഈ ഷൂ ധരിച്ച് നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വേദനയും
വൈകിട്ട് ഈ ഷൂ അഴിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും എന്നതാണ്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ഒരു തമാശയായി തോന്നുമെങ്കിലും സത്യം പറഞ്ഞാൽ അദ്ദേഹം അനുഭവിക്കുന്ന ജീവിത പ്രാരാബ്ധങ്ങളെ ഒരു ചെറിയ ഒരു സമാധാനത്തിന്റെ ആശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു അദ്ദേഹത്തിന് റിലാക്സ് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുമ്പോഴത്തേക്ക് അതിനെ, ആ സന്തോഷത്തെ ജീവിത സന്തോഷമായി സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് എളുപ്പം സന്തോഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം, മനുഷ്യൻ പൂർണ്ണത ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അപൂർണമായി നിലനിൽക്കുന്നിടത്തോളം മനുഷ്യന് എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, പൂർണ്ണത ആഗ്രഹിച്ച് നാം മനുഷ്യർ നടത്തുന്ന സംഭവബഹുലമായ യാത്രയുടെ പേരാണ് ജീവിതം എന്നത്. എന്നാൽ അപൂർണതയിൽ എവിടെയോ നമ്മൾ ഒരിക്കലും നനച്ചിരിക്കാത്തൊരു നേരത്ത് അവസാനിച്ചു പോകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ജീവിതം. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരിലുമുള്ള അപൂർണതകളെ, അതിനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ്, ആ ഒരു മനോഭാവമാണ് നമുക്ക് ജീവിതത്തിൽ വെച്ച് പുലർത്താൻ കഴിയേണ്ടത്. അതായത് ആദ്യം സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്ട്, നമ്മളോടൊരു ആദരവ് നമുക്ക് തോന്നേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് ആദരവ് തോന്നാൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായും നമ്മളൊക്കെ സോട്ട് അനാലിസിസ് ഒക്കെ പരിചയിച്ചവരാണ്. നമ്മളുടെ സ്ട്രെങ്ത്തില്, അല്ലെങ്കിൽ നമ്മുടെ ശേഷികളിൽ, നമ്മുടെ സാധ്യതകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. വീക്ക്നെസ്സിനെ ശ്രദ്ധിക്കേണ്ടെന്നോ അതിനെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുകയും ദിനേനെ നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങളിൽ നന്ദിയുള്ളവരായി നമ്മൾ മാറുകയും ചെയ്യുക എന്നത് നമുക്ക് സന്തോഷം നൽകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതുമാണ്. അതായത് സാധാരണഗതിയിൽ ഞാൻ ഇവിടെ പറയുന്നൊരു, എന്റെ ഭാര്യ അടുത്ത് പറയുന്ന ഒരു തമാശയുണ്ട്. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടിയാണ് ഉറങ്ങാൻ കിടക്കുക. എന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചതുകൊണ്ടോ ഞാൻ സർവ്വ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടോ അല്ല രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നത്. അതില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ദിവസത്തെ, അതായത് ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് ഉറങ്ങാൻ കിടന്നത്. അതിന്റെ കാരണം, ഇന്നലെ രാവിലെ ഉറക്കം തെളിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് എത്രയോ മനുഷ്യര് ഈ ലോകത്തു നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വീണ്ടും ഉറങ്ങാൻ എനിക്ക് ആയുസ് ദീർഘിപ്പിച്ചു കിട്ടി എന്നുള്ളത് തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല, ഇന്നലെ രാത്രി കിടക്കപ്പായയിൽ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഇന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് മറ്റനേകം മനുഷ്യര് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. സ്വാഭാവികമായും ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു ചേരും, സ്വാഭാവികമാണ്. എന്നാൽ നമുക്ക് ആയുസ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും വെച്ചു പുലർത്തേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ഹാപ്പിനെസ് ഹോർമോൺ, അതായത് നമുക്കറിയാലോ പ്ലഷർ ഹോർമോൺസ് നമ്മൾ വിളിക്കുന്ന ഡോപ്പമൈൻ, ഓക്സിറ്റോക്സിൻ, എൻഡോർഫിൻ പോലെയുള്ള ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ നിറഞ്ഞ സന്തോഷത്തോടെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർക്കുകയും ജീവിതത്തിൽ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുകയും അത് ആ അർത്ഥത്തിൽ നമ്മൾ നന്ദിയുള്ളവരായി മാറുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം ചെറിയ ചെറിയ സന്തോഷങ്ങളെ, അതിനെ ആഘോഷപൂർവ്വം സ്വീകരിക്കാം. ഉദാഹരണത്തിന്, നമ്മളെ ഒരാൾ കാണുന്നു, നിങ്ങളുടെ ചിരി മനോഹരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇന്റർവെൻഷൻ വളരെ ഉപകാരപ്രദമായി, വളരെ പ്രയോജനകരമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ പ്രസന്റേഷൻ അത് വളരെ മനോഹരമായിരുന്നു, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അത് വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കുന്ന രീതി അത് കൊള്ളാം.
ഇന്നിത്യാദി നമുക്ക് വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിൽ പോലും നമ്മളോട് ആളുകൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ, പോസിറ്റീവ് സ്റ്റോക്സിനെ, അതിനെ ആഘോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുക എന്നത് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ 365 ദിവസത്തെ ഒരു വർഷത്തെ 365 ദിവസവും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ, നേട്ടങ്ങളെ കുറിച്ച് ഓർത്ത് മാത്രം സന്തോഷിക്കാൻ ഒരാൾ മെനക്കെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിൽ സങ്കടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മൾ ഈ മനോഭാവത്തെ ചെറുതായി ഒന്ന് മാറ്റിയാൽ, അതായത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ എന്റെ കൂടെ സന്തോഷമാണ് എന്ന് ഒരാൾ തീരുമാനിച്ചാൽ, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ കൊളീഗ്സിന്റെ ജീവിത സന്തോഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അത് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളാവട്ടെ വലിയ സൗഭാഗ്യങ്ങളാവട്ടെ, അത് എന്റെ കൂടെ സന്തോഷമാണെന്ന് ഒരാൾ തീരുമാനിച്ചാൽ, എന്റെ അയൽപ്പക്കത്തുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ, അത് എന്റെ കൂടെ സന്തോഷമാണെന്ന് ഒരാൾ തീരുമാനിച്ചാൽ, ഈ രീതിയിൽ നമ്മുടെ ജീവിത പരിസരത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ള എല്ലാ നേട്ടങ്ങളെയും നമ്മുടെ സന്തോഷമായി നമ്മൾ ആഘോഷപൂർവ്വം സ്വീകരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഉറപ്പുണ്ട് ജീവിതത്തിൽ എന്നും നമുക്ക് സന്തോഷം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ ഏറ്റവും മനോഹരമായ നിക്ഷേപം നമ്മൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആളുകൾ നമ്മളെ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ആളുകൾ എങ്ങനെ ഏത് രീതിയിൽ നമ്മളെ പരിഗണിക്കണം എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, ആ അർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അതുപോലെ നമ്മുടെ മക്കള്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഇവരിലൊക്കെ നല്ല നിക്ഷേപം, അതായത് എമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന വൈകാരികതയുടെ കണക്ക് പുസ്തകത്തിൽ നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന തരത്തിൽ വാക്കുകൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുവെങ്കിൽ, അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരെ മനസ്സറിഞ്ഞ് പ്രശംസിക്കാൻ കഴിയുന്നുവെങ്കിൽ, അവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ അത്രയും ഏറ്റവും മനോഹരമായ ഓർമ്മകൾ അവരിലേക്ക് സമ്മാനിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ആ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചാൽ തീർച്ചയായും നമ്മെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ സന്തോഷം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായി നമ്മൾ ചെലവഴിച്ച നിമിഷങ്ങൾ അത്രയും ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന് സന്തോഷം പകരാൻ നമുക്ക് കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യവും സമാധാനവും അതിലൂടെ വലിയ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് പൊരുത്തം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ നമുക്കൊരു ഫീൽ ഗുഡ് ലഭിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷനോ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ, പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായും അത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അത് ഒരു 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 എന്താ പറയാ, ഒരു വൈകാരികതയുടെ ഒരു ഒരു തള്ളിച്ചയില് നമ്മൾ ഒരുപക്ഷെ ആളുകളോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും, ആളുകളോട് കയർന്ന് സംസാരിച്ചെന്ന് വരും. ചില ഘട്ടങ്ങളിൽ ആളുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും പരമാവധി ആളുകളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, ആളുകളുടെ മനസ്സിന് മുറിവേൽപ്പിക്കാത്ത തരത്തിലായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും അതൊരു സൽപ്രവൃത്തി ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുണ്ടാവുന്ന വാക്കുകളാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന സോഷ്യൽ ഇന്റർവെൻഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, ഇതെന്തായാലും ആത്യന്തികമായി അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും ഗുണം പകരുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ അത് ഇടയാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും സെൽഫ് റെസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ കഴിവുകളിലും പ്രാപ്തിയിലും ശേഷികളിലും അതേക്കുറിച്ച് നമ്മൾ ഓർക്കുകയും അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും then we will feel a respect on ourselves. See, respect for oneself is the seed that gives growth to confidence. ഒരു മനുഷ്യനിൽ ആത്മവിശ്വാസത്തിന്റെ വിത്തിടുന്നത് ആ മനുഷ്യന് അയാളോട് തന്നെ തോന്നുന്ന ഒരു ബഹുമാനമാണ്. ആ അർത്ഥത്തിൽ നമുക്കറിയാലോ, മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ പീപ്പിൾ ആർ പ്രൈമർലി ഇൻട്രസ്റ്റിംഗ് ഓൺ ദംസെൽസ്. എല്ലാ മനുഷ്യരും നമ്മൾ ഏറ്റവും ആത്യന്തികമായി എല്ലാ മനുഷ്യർക്കും താല്പര്യം, ഏറ്റവും കൂടുതൽ സ്നേഹവും താല്പര്യവും ഒക്കെ അവരവരോട് തന്നെയാണ്. ഏതർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്റെ ജീവിതം എന്ന് പറയുന്നത് വേറെ ആൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണെന്നൊക്കെ ഒരു പക്ഷെ ഭംഗിവാക്കുന്ന നിലയിൽ പറയുമെങ്കിൽ പോലും നമുക്ക് നമ്മളോട് തന്നെയാണ് ഏറ്റവും പ്രിയം. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്ന നമ്മളോട്
നമുക്കൊരു സ്നേഹവും ബഹുമാനവും എപ്പോഴും അതിന്റെ ഒരു തുടർച്ച നിലനിർത്താൻ സാധിച്ചാൽ അത് നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എപ്പോഴെങ്കിലും ഏത് സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന മുഖം നമ്മുടെ തന്നെ ആയിരിക്കും. അത് സൂം ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്ന മുഖം അത് നമ്മളുടെ തന്നെ ആയിരിക്കും. ഇനി ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞ അവസാനം നമ്മളത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും നമ്മൾ നോക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുക, എല്ലാ മനുഷ്യരും പ്രാഥമികമായി അവരോട് തന്നെ ഇഷ്ടവും കൂറും സ്നേഹവും ഒക്കെ പുലർത്തുന്നവരാണ്. പക്ഷെ ആ അർത്ഥത്തിൽ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്ക് സന്തോഷം ഉണ്ടാകും എന്നതിൽ ആർക്കും തർക്കം വേണ്ട. നമുക്ക് നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ പരിചരിക്കാനും ഉള്ള സമയം ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം, അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയാ തൊഴിലിടങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസികാരോഗ്യം. മനസ്സിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്സ്, സെൽഫ് സ്ട്രോക്സ് നമ്മൾ നൽകുകയും മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികൾ, റെഗുലർ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരാവുകയും ആ അർത്ഥത്തിൽ നമ്മൾ ഒരു സെൽഫ് കെയറിന് നമ്മൾ തയ്യാറായാൽ തീർച്ചയായും അത് നമ്മളെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ചില ഘട്ടങ്ങളിൽ ഞാൻ എന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷെ നിങ്ങള് ഒരു മാസമായിട്ടില്ലല്ലോ മുടി വെട്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഒന്ന് മുടി വെട്ടി ഒതുക്കുമ്പോ എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്യും. അത് ഞാൻ ആസ്വദിക്കുന്ന ഒരു സന്തോഷമാണ്. ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ട് അത് ധരിച്ചാൽ, എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അത് അണിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഞാനൊരു സന്തോഷം അനുഭവിക്കും. അതായത് ജീവിതത്തിൽ പലപ്പോഴും മനസ്സിനെ പുതുക്കാൻ വേണ്ട സമയങ്ങളിൽ അത്രയും എനിക്ക് സന്തോഷം ലഭിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെയ്യുന്നതിലൂടെ ഞാൻ അനുഭവിക്കുന്ന വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തെ വളരെ ചെറുതാണെങ്കിലും അത് ഞാൻ ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഓരോരുത്തർക്കും ആകാവുന്നത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഈ സെൽഫ് കെയർ പറയുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉറങ്ങാൻ സാധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലത്ത് മനുഷ്യൻ വലിയ തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില ഏറ്റവും അത്യാവശ്യമായ ചില സംഗതികൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അതിൽ പലപ്പോഴും മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതി ഉറക്കമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വളരെ ഉപകാരപ്രദമെന്ന് മാത്രമല്ല, നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ, ഉന്മേഷത്തോടെ ഇരിക്കാൻ ഉറക്കം നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മുടെ അഭിനിവേശങ്ങളെ നമുക്ക് പിന്തുടരാൻ സാധിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ താല്പര്യമുണ്ടാകും. നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും നമുക്ക് നമ്മളെ വല്ലാതെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യങ്ങൾ ഓരോന്നും നിർണയിച്ച് നമ്മുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതും വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കുമെന്നോ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും നമുക്ക് അനായാസേന എത്തിച്ചേരാൻ കഴിയുമെന്നോ എന്നൊന്നും ഒരിക്കലും നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കളയരുത്. നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച ജീവിത സ്വപ്നങ്ങളെ പിന്തുടരാൻ, ആ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് മുന്നോട്ട് പറന്നുയരാൻ നമ്മൾ ശ്രമിക്കുന്ന സമയങ്ങളിൽ അത്രയും ചില ഘട്ടങ്ങളിലെല്ലാം ഒരുപക്ഷെ നമുക്ക് സ്വപ്ന സാഫല്യം ഇല്ലാതെ വരാമെന്നും നമ്മുടെ പരിശ്രമങ്ങൾ ഒരുപക്ഷെ പാഴായി പോകും എന്നുള്ള ഒരു റിയലൈസേഷൻ, അങ്ങനെ ഒരു യാഥാർത്ഥ്യ ബോധവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു സൗഭാഗ്യം നമ്മൾ ആഗ്രഹിക്കുകയും ആ സൗഭാഗ്യം എത്ര ശ്രമിച്ചിട്ട് നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കുക അത് ഒരിക്കലും നമുക്ക് അർഹതപ്പെട്ടതായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട് എന്ന് പരിഭവം പറഞ്ഞ് ഗുരുവിനെ തേടി വന്ന ഒരു ശിഷ്യനോട് ഗുരു മറുപടി പറഞ്ഞത് ഒരു പ്രവർത്തനത്തിലൂടെയായിരുന്നു. അതായത്, നീ അങ്ങേയറ്റത്തെ സങ്കടം അനുഭവിക്കുന്നുണ്ടല്ലേ, ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഈ വിശ്വപ്രസിദ്ധനായ ഗുരു ഈ ശിഷ്യനെയും കൂട്ടി ചെല്ലുന്നത് നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുടെ ഓരത്തേക്കാണ്. അങ്ങനെ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്ത് നിന്ന് പുഴ ചൂണ്ടിക്കാണിച്ച് ഈ ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ കാണുന്നുണ്ടോ എന്ത് മനോഹരമായാണ് ഈ പുഴ മുന്നോട്ട് ഒഴുകി പോകുന്നത്? അതെ. അപ്പൊ ശിഷ്യൻ പറയുന്നു, അതെ ഞാൻ കാണുന്നുണ്ട്, മനോഹരമായി ഈ പുഴ മുന്നോട്ട് ഒഴുകി പോവുകയാണ്. എന്നാൽ അതിനിടയിലുള്ള പാറക്കൂട്ടങ്ങളെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ശിഷ്യൻ പറയുന്നത്, ആ പാറക്കൂട്ടങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പാറക്കൂട്ടങ്ങൾ എത്ര സമർത്ഥമായാണ് ഈ പുഴയുടെ ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുന്നത്. അതെ, പാറക്കൂട്ടങ്ങൾ പുഴയുടെ ഒഴുക്കിനെ തടയുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പുഴ പാറക്കൂട്ടങ്ങളുടെ തടസ്സം വിചാരിച്ച് ഒഴുക്ക് നിർത്തുന്നുണ്ടോ?
അപ്പൊ ശിഷ്യനൊന്നും ആലോചിച്ച് പറയില്ല അത് ഒഴുക്ക് നിർത്തുന്നില്ല. ഈ പാറക്കൂട്ടങ്ങളിൽ വന്നടിച്ച് പല വഴികളിലായി പുഴ മുന്നോട്ട് ഒഴുകുന്നത് പോലെ ആണ് മനുഷ്യ ജീവിതവും. അതായത് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ, നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയുന്നതിൽ നിന്ന് തടസ്സം ഉണ്ടാക്കാൻ ഒരുപാട് സംഗതികൾ അതിന്റെ മുന്നിൽ വന്നു ചേരും. ഇതൊക്കെ ആയിരുന്നാലും ഒഴുക്ക് നിർത്തരുത്. നമ്മള് നിർത്താതെ ഒഴുകി പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് സ്ട്രോക്സ് കൊടുക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ സ്ട്രോക്സ് നൽകുകയാണെങ്കിലും പോസിറ്റീവ് സ്ട്രോക്സ് നൽകാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ മറ്റുള്ളവരിൽ പോസിറ്റിവിറ്റി നിറക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ഒരു പ്രതിഫലനം നമ്മളിലേക്ക് വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഓരോ മനുഷ്യരുടെ ജീവിതവും വളരെ പ്രധാനപ്പെട്ട, വളരെ ഏറ്റവും വിലപ്പെട്ടതാണ്. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മനസമാധാനവും സന്തോഷവും കവർന്നെടുക്കാൻ ആരാലും അനുവദിക്കപ്പെടരുത്, ഒരാളെയും അനുവദിക്കരുത് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരാൾക്കും മറ്റൊരാളുടെ ജീവിത സന്തോഷവും സമാധാനവും കവർന്നെടുക്കാനുള്ള അവകാശമില്ല. അത് അങ്ങനെ നമ്മൾ ചെയ്താൽ അത് വലിയ പാപമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന സെൽഫ് സ്ട്രോക്ക് ആണെങ്കിലും മറ്റുള്ളവർക്ക് നൽകുന്ന സ്ട്രോക്ക് ആണെങ്കിലും അത് പരമാവധി പോസിറ്റീവ് സ്ട്രോക്സിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിശ്രമം നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. ഇനി ചില ഘട്ടങ്ങളിൽ ആളുകളെ കറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അത് പരസ്യമായി മറ്റുള്ള മനുഷ്യരുടെ ഇടയിൽ ആളുകളെ അപമാനിതരാവുന്ന തരത്തിൽ മനുഷ്യരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ പ്രഭാഷണത്തിലെ പുണ്യപ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തരുത് എന്നാണ്. ആളുകളുടെ സമ്പാദ്യം അപഹരിക്കരുത്, സ്വത്ത് അപഹരിക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു കാര്യം, മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റമോ നിങ്ങൾ ആരുടെ ഭാഗത്തും ഉണ്ടാവരുത്. ഒരാളുടെയും ജീവിതത്തിന്റെ രഹസ്യങ്ങളെ ചികഞ്ഞ് നിങ്ങൾ പോകേണ്ടതില്ല. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് രഹസ്യങ്ങളായി സൂക്ഷിക്കാൻ സാധിച്ചാൽ ഉടയ തമ്പുരാൻ നിങ്ങളുടെ രഹസ്യങ്ങളും രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചികഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ പ്രയാസമുള്ള ഭാഗങ്ങളെ തേടി അവരെ ആളുകളുടെ ഇടയിൽ അപമാനിതരാക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റമോ പോയാൽ തീർച്ചയായും അത് അവർക്ക് മാത്രമല്ല നമുക്കും വലിയ ദുഃഖവും പ്രയാസവും പിന്നീട് ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോഴും മൈൻഡ്ഫുൾനെസ്, ഈ യോഗ, ധ്യാനം, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള സംഗതികൾ നമ്മൾ ശീലിച്ചാൽ തീർച്ചയായും നമുക്ക് സന്തോഷമാണ്. നമ്മളിൽ മുഴുകിയിരിക്കാൻ, ചുറ്റുപാടുള്ള പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിക്കാൻ, യാത്രകൾ നടത്താൻ, നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ട് കേൾക്കാൻ, അങ്ങനെ ഹോബി എന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഇടപെടാനുള്ള സമയം നമ്മൾ ഈ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ കണ്ടെത്തിയാൽ തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ജീവിതം അത് സന്തോഷത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഡെഡ് യെസ്റ്റർഡേസ് ആൻഡ് അൺബോൺ ടുമോറോസ് വൈ വി ഫൈറ്റ് അബൌട്ട് ഇറ്റ് ഈഫ് ടുഡേസ് ബി സ്വീറ്റ് എന്ന് നമ്മൾ കവിതകൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത് പലപ്പോഴും മനുഷ്യന്റെ പ്രശ്നം കഴിഞ്ഞ കാല സങ്കടങ്ങളിൽ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ കെട്ടിയിടുക എന്നൊരു ശീലം ചിലർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ഈ പ്രസന്റിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതകാലത്ത് എന്തെന്ത് സൗഭാഗ്യങ്ങൾ വന്നാലും എന്നെ വല്ലാതെ അലട്ടുന്ന, വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില സംഗതികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വീണ്ടും ജീവിതത്തെ തളച്ചിടുന്ന ഒരു രീതി, അതൊരിക്കലും ശരിയല്ല. അതിനപ്പുറത്ത് കഴിഞ്ഞുപോയ മരിച്ചുപോയ ഇന്നലകളെ കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ ജനിക്കാനിരിക്കുന്ന നാളുകളെ കുറിച്ച് ഓർത്തോ ഒന്നും ഒരുപാട് ദുഃഖവും സങ്കടവും പ്രയാസവും ഒന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. ഈ ടുഡേസ് ബി സ്വീറ്റ്. നമ്മുടെ ഇന്നത്തെ ജീവിതം ഏറ്റവും മനോഹരമാണെങ്കിൽ, മധുരതരമാണെങ്കിൽ ഇന്നലകളെ നമ്മൾ മറന്നേക്കുക. അതുപോലെ നാളെ കുറിച്ച് വലിയ ആശങ്കകളൊന്നും നമ്മൾ വെച്ചു പുലർത്തേണ്ടതില്ല. ഇന്നത്തെ ജീവിതം നല്ല പ്ലാൻഡ് ആണെങ്കിൽ, ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ തലമറന്ന് എണ്ണ തേക്കാത്തവരാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും നമ്മളെയും നമ്മുടെ ജീവിത പരിസരത്തെയും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷപൂർണവും അതോടൊപ്പം തന്നെ മനോഹരവുമാക്കി മാറ്റി തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ ജീവിതത്തെ കാണുക എന്നത് തന്നെയാണ്. നമ്മൾ എന്തെന്ത് സന്തോഷമാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നത്, ഏതർത്ഥത്തിലുള്ള മനസമാധാനമാണ് നമ്മൾ ജീവിതത്തിൽ കാക്ഷിക്കുന്നത്, ആ അർത്ഥത്തിലുള്ള സന്തോഷവും മനസമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള മനസ്സെപ്പോഴും സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് സ്വയം സന്തോഷിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരിക്കലേ ഈ സെൻ കഥകൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയില് ഒരു ആശ്രമത്തില് പാതിരാത്രി കഴിഞ്ഞിട്ട് ഒരു കള്ളൻ കയറും.
അപ്പൊ അങ്ങനെ ഒരുപാട് നേരം പരതി നടന്നിട്ടും അവിടുന്ന് വിലപിടിപ്പുള്ളതൊന്നും ഈ കള്ളന് കിട്ടാത്തതിലുള്ള നിരാശയോടുകൂടി ഈ കള്ളൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് എന്താ പറയാ ആ സന്യാസി മഠത്തിലെ അധീപൻ ഈ കാഴ്ച കാണുന്നത്. അത് ഈ മോഷ്ടാവ് അതിനകത്ത് പ്രവേശിക്കുന്നതും അദ്ദേഹം പരതി നടക്കുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ച ഈ എന്താ പറയാ സന്യാസി മഠാധിപൻ ആ ആ കള്ളന്റെ പിന്നാലെ ചെന്നിട്ട് പിന്നെ ഇവിടെ ഇത്ര നേരം പരതിയിട്ട് നിങ്ങൾക്ക് വില പിടിപ്പുള്ള ഒന്നും ലഭിച്ചില്ല എന്നതിൽ എനിക്ക് നിരാശയുണ്ട്, സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാന്ന് പറഞ്ഞിട്ട് ഒരു തണുപ്പുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു വിരിപ്പ് ഈ മോഷ്ടാവിന് സമ്മാനമായി കൊടുക്കാൻ ഈ ബുദ്ധ സന്യാസി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മോഷ്ടാവ് പറയും, അല്ല അത് കീറി പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഞാനത് മറച്ചു നോക്കിയിട്ട് എടുത്തു നോക്കിയിട്ട് ഞാൻ ഉപേക്ഷിച്ചതാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് നിരാശയോടെ കള്ളൻ ആ ബുദ്ധാശ്രമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ജനലകൾക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്ന ബുദ്ധ സന്യാസി കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. മഞ്ഞ് വീഴുന്ന ആ താഴ്വരയിൽ ചെറിയ രീതിയിലുള്ള നിലാവെളിച്ചം കൊണ്ട് ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ഒരു പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചയാണ്. എന്നിട്ട് ആ ബുദ്ധ സന്യാസി ഇങ്ങനെ ഒരു ആത്മകഥ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ മനോഹരമായ ദൃശ്യം എനിക്ക് അയാൾക്ക് സമ്മാനമായി നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര സൗഭാഗ്യവാനായിരുന്നു എന്നത്. അതായത് ഒരു പക്ഷെ നമുക്ക് ചുറ്റും വന്നു ചേരുന്ന മനുഷ്യരുടെ പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും നമ്മളോടുള്ള ഇടപെടലുകളിലൊക്കെ ചില പോരായ്മകളും ഒക്കെ വന്നു പോകാം. അത് അവരുടെ എമോഷണൽ ബാലൻസിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കിയതിലോ അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്ന സങ്കീർണതകൾ അവരിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം അവര് നമ്മളോട് മോശമായ വാക്കുകൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ തിരിച്ച് സ്നേഹിക്കാൻ അവർക്ക് കഴിയാത്തതും നമ്മൾ ചെയ്ത ഉപകാരങ്ങളെ അവർ ഉപകാരങ്ങളായി എടുക്കാത്തതും എല്ലാം. പക്ഷെ അത് നമ്മൾ അതിനെ നമ്മുടെ വിശാല മനസ്കത കൊണ്ട് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ എടുത്താൽ നമ്മുടെ ജീവിത പരിസരത്ത് വന്നു ചേരുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന ബോധ്യത്തോടു കൂടി ആളുകളോട് ഇടപെടാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചും സന്തോഷം വന്നു ചേരും എന്നതിൽ ഒരു സംശയമില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 മിനിറ്റും കൂടെ 1 മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത്. സോ ഒരു അരമണിക്കൂർ നേരം കൊണ്ട് മനുഷ്യന്റെ ജീവിത സന്തോഷത്തെ കുറിച്ച് പറഞ്ഞു തീർത്തു കളയാം എന്നൊരു വ്യാമോഹമോ അല്ലെങ്കിൽ അമിത പ്രതീക്ഷയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്കിൽ പോലും ഈ ഒരു സതുദ്യമത്തിന്റെ ഭാഗമാവാനുള്ള ഒരു ക്ഷണത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്ര നേരം എന്നെ ശ്രദ്ധാപൂർവം ശ്രവിച്ച എന്നെ കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഏത് നിമിഷത്തിലും അവസാനിക്കാൻ സാധ്യതയുള്ള ജീവിതത്തെ, ആ ജീവിതം ആളുകളെ സ്നേഹിക്കാനും ആളുകളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഇനിയൊരു അവസരമാവാം എന്ന് വിചാരിക്കുന്നതിന് പകരം ഓരോ മനുഷ്യനുമായി നമ്മൾ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ അത്രയും ഇതൊരു പക്ഷേ ഞാൻ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കാണുന്ന അവസാന നിമിഷമായിരിക്കും എന്ന ചിന്തയോടുകൂടി ആളുകളോട് നിങ്ങളൊന്ന് ഇടപെട്ട് നോക്ക്. ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഓരോ മനുഷ്യനെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു സോ മച്ച്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. ബൈ. താങ്ക് യു ആൾ.